ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. ഞാൻ രാവിലെ ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് കണ്ട ആളാണ് കേട്ടോ ഇയാൾക്കും നല്ല വയറുവേദനയാണ്. അതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ കടിച്ച് പറിച്ച് തിന്നുന്നുണ്ട് കേട്ടോ ആള്. ഇവർക്ക് വയറുവേദന ഉണ്ടെങ്കിൽ ഇത് കഴിക്കുമല്ലോ. അതിനുശേഷം ഒരാൾ വന്നു. ആരാണ്? ഇവൻ തന്നെ. മഴയോട് മഴ ഒന്നും പറയണ്ട ഗായ്സ്. നല്ലൊരു ചൂട് കട്ടൻ ചായയും ഒരു പരിപ്പ് വടയോ പഴംപൊരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാണ്. വൈബ് പൊളിക്കും. അല്ലാത്ത ആൾക്കാർക്ക് മഴ കാരണം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. വെറുതെ ഇരിക്കണവരാ കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമായിരുന്നു. അതിനു വേണ്ടി ഞങ്ങൾ റെഡിയായി ഇറങ്ങുന്നു. ഈ ചെറുക്കൻ അതിൻ്റെ ഇടയിൽ കയറി നിന്നു കേട്ടോ. എൻ്റെ കാക്കൂനെ കൊണ്ട് എനിക്ക് വയ്യ ഗൈസ്. അങ്ങനെ ഈ ചെറുക്കൻ സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ താക്കോലും എടുത്ത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ 100 പ്രാവശ്യം ഓരോ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഞങ്ങൾ 2 പേരുടെയും സ്ഥിരം പരിപാടി. ഒരു പ്രാവശ്യം തേച്ചത് വാങ്ങിക്കാൻ പോയാൽ ഒരു പ്രാവശ്യം വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകും. ഇതങ്ങനെ തന്നെയാണ് സ്ഥിരം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് മാറാനും പോകുന്നില്ല. സ്ഥിരം പരിപാടി. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കണത് എങ്ങോട്ടേക്കാണ് പറയൂ. അപ്പം ഞാൻ തന്നെ പറയാം കേട്ടോ ഗൈസ്. എനിക്കൊരു പിസ്സ കഴിക്കാനൊരു പൂതി. അങ്ങനെ പിസ്സ ഓർഡർ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ക്വിസാറ്റ് കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു വൈബ്, മരങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ടൊരു നല്ലൊരു സെറ്റാണ്. എനിക്ക് ആ വഴി കൂടി പോകണ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പിസ്സ വാങ്ങിക്കാൻ വേണ്ടി ഡൊമിനോസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചിക്കൻ ടിക്ക പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ വീട്ടിൽ വന്ന് കഴിച്ചു ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.